നമസ്കാരം. പ്രശസ്ത സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നുമലിനെ ആദരിച്ചു. പയ്യന്നൂർ. മികച്ച സംവിധായകനുള്ള ഡോക്ടറേറ്റ് അംബേദ്കർ പുരസ്കാരം നേടിയ ഗിരീഷ് കുന്നുമലിനെ ജയ്ഹിന്ദ് പയ്യന്നൂർ ആദരിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങ് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷപ്രദമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഗിരീഷ് കുന്നുമലിനെ ഒരുപാട് വർഷത്തെ സഹോദര ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറിഞ്ഞി എന്ന സിനിമ ഇന്ന് ലോക പ്രശസ്തി നേടിക്കൊണ്ടു. ജയ്ഹിന്ദ് ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ഉപസംഹാര സമർപ്പണം നടത്തി. കൗൺസിലർ മണിയറ രാമചന്ദ്രൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ പി പ്രജിത, പി യു രാജൻ, എസ് ശിവപ്രസാദ് ഷേണായി എന്നിവർ സംസാരിച്ചു. വിക്രം സി ഷേണായി സ്വാഗതവും രാജേഷ് അക്കാലത്ത് നന്ദിയും പറഞ്ഞു. ഗിരീഷ് കുന്നുമൽ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് നിരവധി പുരസ്കാരങ്ങൾ നേടിയ കുറിഞ്ഞി സിനിമയുടെ പ്രദർശനവുമുണ്ടായി. ജാമ്യ യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ വിദ്യാഭ്യാസ മേഖലകളിൽ ഞങ്ങൾക്ക് അവസരം കിട്ടി. അവിടെ ചെയ്തു. അങ്ങനെ കുറിഞ്ഞി നമ്മളൊരു കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള സംവിധായകനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദിവസം തൊട്ട് മാറിത്തുടങ്ങിയതായിട്ട് ഞാൻ കാണുന്നു. ഇപ്പം എല്ലാവരും ഒരാളെ അടയാളപ്പെടുത്തുന്നത് ചില അവാർഡിൻ്റെ പുറത്ത് മാത്രമാണോ, അതാണോ ഒരു കലാകാരന് കൊടുക്കേണ്ട വാല്യൂ എന്ന് എനിക്കറിയില്ല. ഞാൻ സംശയിച്ചിട്ടുണ്ട്. ത്തോടെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിലെ എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് ഡൗൺ ആവുന്നതാണ് ലൂയിസ് സാറിൻ്റെ. പിന്നെ എനിക്ക് സിനിമാ മേഖലയിലേക്ക് എത്താനുള്ള എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് പയ്യന്നൂർ ശ്രീ മോഹൻ കുപ്ലേരിയാണ്. മോഹനേട്ടൻ്റെ ഒരു അനുഗ്രഹവും ആ സ്നേഹവുമാണ് സത്യത്തിൽ ഒരു സംവിധായകനായി ഞാൻ മാറിയത്. അഭിനയിക്കാനായിരുന്നു ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. അഭിനയം നാളെ ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ ആവണമെന്നില്ല. ഈ മേഖലയിലൊരു പണി പഠിച്ചാൽ നാളെ ജീവിക്കാനൊരു വരുമാനമാകുമെന്നാണ് മോഹനേട്ടൻ്റെ അഡ്വൈസ് ഉണ്ടായത്. സത്യത്തിൽ ആ അഡ്വൈസ് പിന്നീട് ചിന്തിപ്പിച്ചത് സംവിധായകൻ പിന്നിൽ നിന്ന് ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം അതിന് കാണിക്കുന്ന ഒരു നീതിബോധം, അത് അത്ഭുതകരമായി ഞാൻ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അഭിനയത്തെക്കാളും ഏറെ ഇഷ്ടം സംവിധായകൻ തന്നെയാണ്. അത് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സൃഷ്ടി പൂർണ്ണമാകുന്നത്. അത് സ്ക്രീനിൽ കാണുമ്പോൾ അതിൽ നിന്ന് വരുന്ന അഭിപ്രായം, അത് കയ്യടി ആവട്ടെ അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങളാവട്ടെ, ഇതെല്ലാം ആദ്യം കണ്ട് ആനന്ദിക്കുന്നതും അതുപോലെ അതിൻ്റെ റിയാക്ഷൻ ഉൾക്കൊള്ളുന്നതൊക്കെ അതിൻ്റെ പിതാവ് എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ്. ഒരു സിനിമ ആദ്യം രൂപപ്പെടുന്നതും സംവിധായകൻ്റെ മനസ്സിൽ തന്നെയാണ്. ഒരു കഥാകൃത്ത് കഥ എന്ന് പറയുമ്പോൾ ആ കഥ നമ്മൾ ആദ്യം ഒരു സിനിമയായി മനസ്സിൽ കാണാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ അത് ചിത്രീകരണ ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. അതിന് വേണ്ടുന്ന സംഗീതം, അതിന് വേണ്ടുന്ന കഥാ പശ്ചാത്തലം, പാട്ടിലിരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന പാട്ടിൻ്റെ സിറ്റുവേഷൻ വേണ്ട ഒരു
ആണെ അവളെ ഒറ്റയ്ക്കാക്കി കണ്ടു. അവൻ നെല്ലിക്കാപ്പ വയലിക്ക് പോയ പിരക്ക കൂരി ഒറ്റയ്ക്ക്. ഇവനെ കണ്ട ബാധ ആള് മാറി വന്നു കൂരിനെ കൂടെ പറഞ്ഞ, കൂരി നീ കൂടെ ഒറ്റയ്ക്ക് ഉള്ളേ എന്നൊക്കെ കൂരി പറഞ്ഞാലോ, ഞാനും കൂടെ ഒറ്റയ്ക്കേ ആണ്ടു, എന്നെ ഒരാളെ കാവലിക്ക് പോയുള്ള. അപ്പൊ ബാധ പറഞ്ഞല്ലോ, ഓടിക്കണ്ട, ഞാനും നിനക്ക് കൂട്ടിക്കാം. കൂരിക്ക് എത്ര വിചാരിച്ചിട്ടും അവ ആരുടെ മനസ്സിലാവാൻ. അമ്മനെ കഥയിലത്തെ ബാധ നീയാണ്ടോ? എന്തിനാ നിനക്ക് തോന്നിത്തണം? നീയു ഭയങ്കര അയവാത്തെ കൊണ്ടാണ്ടോ? വേണ്ട, ഞാൻ ശരിക്കും ബാധയായി നിന്നെ കൊല്ലുവണം. എന്നെ കൊല്ലു, ഈണം കൊല്ലു. ഏയ് എൻ്റെ അടങ്ങിക്കിട. അമ്മ പറയേണ്ട കഥ എനക്ക് കേൾക്കണം. ആണ് ബാധ കൂരിനെ കൂടെ കുറെ. എല്ലാവരോടും സിനിമ കാണുകയും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ FB പേജ് വഴി അറിയിക്കാനും ഒരു അഭ്യർത്ഥന കൂടി ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാമേന്ദ്ര സാർ ഈ ആദരം ഏറ്റുവാങ്ങിയ